പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരാളെപ്പോലും വിഷമിപ്പിക്കണം എന്ന് ആഗ്രഹിക്കാത്ത നക്ഷത്ര ജാതകർ, അത്രയ്ക്കും മനസ്സിൽ നന്മയുള്ള ഈ വ്യക്തികൾ, ഇവരെ കണ്ണുമടച്ച് വിശ്വസിക്കാം. ഇങ്ങനെയുള്ള നല്ലവരായ നക്ഷത്ര ജാതകർക്ക് ദൈവം അറിഞ്ഞുകൊണ്ട് നല്ല നല്ല അവസരങ്ങൾ ഈ ഏപ്രിൽ മാസത്തിൽ നൽകുകയാണ്. ആരൊക്കെയാണ് ഈ നക്ഷത്ര ജാതകരെന്നും ഇവരുടെ മനസ്സിൻ്റെ നന്മയ്ക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്തൊക്കെയെന്നും ഇൻഫിനിറ്റി സ്റ്റോറീസ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെക്കുന്നു. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം അശ്വതി നക്ഷത്ര ജാതകരെക്കുറിച്ച്. അശ്വതി നക്ഷത്രക്കാർക്ക് ഇവരുടെ മനസ്സിൻ്റെ നന്മ കൊണ്ട് ബന്ധുക്കളിൽ നിന്നും സഹോദര തുല്യരിൽ നിന്നുമുള്ള ചില സഹായ സഹകരണങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതകൾ കൂടുതലാണ്. ചില കാര്യങ്ങളിൽ സഹായിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരുടെ സഹായം വളരെ ഉപകാരപ്പെടുന്ന സമയം കൂടിയാണ് വരുന്നത്. സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് വിദേശവാസം ഉപേക്ഷിച്ചവർക്ക് വീണ്ടും പുതിയൊരു തൊഴിലിനായിട്ട് വിദേശത്തേക്ക് പോകാൻ അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. അറിയാതെ ചെയ്തു പോയ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാൻ അവസരം ഉണ്ടാകും. പ്രതിസന്ധികൾ അതിജീവിക്കാൻ ഇത് ഉപകാരപ്പെടുകയും ചെയ്യും. കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ച് പഠന വൈകല്യങ്ങൾ മാറ്റിയെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കും. പ്രതികൂലമായ ചുറ്റുപാടുകളും പ്രക്ഷുബ്ധമായ കുടുംബജീവിതവും പ്രയാസം സൃഷ്ടിച്ചവർക്ക് ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം കണ്ടു തുടങ്ങുന്ന ദിവസങ്ങളാണ് ഇനിയുള്ളത്. പൊതുരംഗത്ത് തന്ത്രപരമായ നീക്കങ്ങൾ നടത്താൻ സാധിക്കും. മേലുദ്യോഗ പദവിക്കുള്ള നിയമ തടസ്സങ്ങൾ മാറിക്കിട്ടും. മറ്റുള്ളവരുടെ കടബാധ്യതകൾ ഈ സമയത്ത് തലയിലാകാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. നിയമയുദ്ധത്തിൽ വിജയസാധ്യതകൾ കൂടുതലാണ്. പാർട്ട്ണർഷിപ്പിൽ മാറ്റം പ്രതീക്ഷിക്കാം. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സമ്മിശ്ര ഫലവും ഉണ്ടാകും. ഇവർ ദോഷപരിഹാരാർത്ഥം അർദ്ധനാരീശ്വരന് നെയ്വിളക്ക്, കുവളമാല, പാർവതീദേവിക്ക് പട്ട്, താലി എന്നിവ സമർപ്പിക്കുക. ശ്രീരാമന് തുളസിമാല, നെയ്വിളക്ക് എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി മകയിരം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം ഇവർക്ക് ലഭിക്കാനുള്ള വഴികൾ തുറന്നു കിട്ടുകയാണ്. എല്ലാ കാര്യങ്ങളോടും താല്പര്യം വർദ്ധിക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് പൂർത്തീകരിക്കാനും ഇവർക്ക് സാധിക്കും. സാമ്പത്തികമായിട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു ശമനം കണ്ടു തുടങ്ങും. കർമ്മമേഖലയിൽ സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. വിട്ടുവീഴ്ച മനോഭാവത്തോടെയുള്ള പെരുമാറ്റം കുടുംബത്തിൽ സന്തോഷത്തിനും ഐക്യത്തിനും കാരണമാകും. ബന്ധുക്കളുടെ വിയോഗം മനസ്സിനെ അസ്വസ്ഥമാക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. വിവാഹ വിഷയങ്ങളിൽ അനുകൂല തീരുമാനം ഉണ്ടാകും. കലാരംഗത്ത് ശോഭിക്കപ്പെടും. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾക്കായിട്ട് ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും. നയപരമായ തീരുമാനങ്ങളിലൂടെ നേട്ടം ഉണ്ടാകും. അന്യദേശത്ത് ഭൂമി ഇടപാട് നടത്താൻ സാധിക്കും. വ്യാപാര വ്യവസായിക മേഖലയിൽ അടുക്കും ചിട്ടയും വരുത്തും. പ്രണയവിവാഹം നടക്കാനുള്ള സാധ്യതയും ഈ സമയത്ത് കൂടുതലാണ്. സ്ഥാനക്കയറ്റങ്ങളിലെ വിവാദം ഒഴിവാക്കിക്കൊണ്ട് ഈ ഏപ്രിൽ അവസാനം ഇല്ലെങ്കിൽ മാർച്ച് പകുതിയോടുകൂടി സ്ഥാനക്കയറ്റം നേടാൻ സാധിക്കും. സന്താന ഭാഗ്യം ഉണ്ടാകും. അന്യദേശത്തു നിന്ന് ശുഭവാർത്ത പ്രതീക്ഷിക്കാം. സന്താനത്തിന് സാങ്കേതിക മേഖലയിൽ തൊഴിൽ സാധ്യതയും കാണുന്നുണ്ട്. ഇവർ ദോഷപരിഹാരാർത്ഥം ഭദ്രകാളിക്ക് രക്തപുഷ്പാർച്ചന, കടുംപായസം, സുബ്രഹ്മണ്യ സ്വാമിക്ക് ഭസ്മാഭിഷേകം, ശ്രീകൃഷ്ണന് തുളസിമാല, പാൽപായസം,
അഷ്ടലക്ഷ്മി യന്ത്രം വീട്ടിൽ വെച്ച് നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാനും ശ്രദ്ധിക്കണം. ഇനി പുണർദം നക്ഷത്ര ജാതകരെ കുറിച്ചാണ് പറയേണ്ടത്. കർമ്മമേഖലയിൽ ഇവർ ഇതുവരെ നേരിട്ടതിൽ വെച്ച് ഏറ്റവും നല്ല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു സമയമാണ്. ചില കാര്യങ്ങളിൽ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സഹായ സഹകരണവും ഉണ്ടാകും. ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യവും ഉണ്ടാകും. ശത്രുക്കളുടെ മേൽ വിജയം കൈവരിക്കാൻ സാധിക്കും. അതിരുകടന്ന ആത്മവിശ്വാസം അബദ്ധങ്ങൾക്ക് കാരണമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ജാമ്യം നിൽക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കണം. പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കൃഷിയിൽ നിന്നും കന്നുകാലികളിൽ നിന്നും ചില നേട്ടങ്ങൾ ഉണ്ടാകും. വിദ്യാഭ്യാസ മേഖലയിൽ ഉള്ളവർക്ക് തൊഴിൽ മുന്നേറ്റം ഉണ്ടാകാൻ സാധ്യതകൾ കൂടുതലാണ്. വായ്പ കുടിശ്ശിക അടച്ചു തീർക്കുന്നതിന് സാവകാശം ലഭിക്കും. ആധുനിക ചികിത്സകളിൽ ഉപരിപഠന യോഗം. കലാരംഗത്ത് സഹകരണം വർദ്ധിക്കും. ഇറക്കുമതി രംഗത്ത് പൂർവാധികം ശക്തമായി പ്രവർത്തിക്കും. പൊതുരംഗത്തെ എതിർപ്പുകൾ അതിജീവിക്കും. അംഗീകാരത്തിന് സമ്മർദ്ദം ചെലുത്താതിരിക്കുക. കായിക രംഗത്ത് മുന്നേറ്റം നടത്താൻ സാധിക്കും. ഉപരിപഠനത്തിന് വാശി കൂടുകയും ചെയ്യും. ഇവർ ദോഷപരിഹാരത്തിന് ശിവന് ജലധാര, കുവളമാല, ശ്രീകൃഷ്ണന് വെണ്ണ നിവേദ്യം, വേട്ടയ്ക്കൊരു മകന് അർച്ചന, ഹാരം. വിദ്യാർത്ഥികൾ സരസ്വതി യന്ത്രം ധരിക്കുന്നതും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീ വിദ്യാരാജ ഗോപാലാർച്ചന നടത്തുന്നതും ഏറെ ഉത്തമമായിരിക്കും. ഇനി നമുക്ക് പൂയം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ചെയ്യാത്ത കുറ്റത്തിന് കേൾക്കേണ്ടി വന്ന ആരോപണങ്ങൾക്ക് ഒരു അറുതി വരും. ഇത് നേരിടാൻ നിഷ്പ്രയാസം സാധിക്കുകയും ചെയ്യും. തൊഴിൽ രംഗത്ത് ക്രമക്കേട് കാണിക്കുന്ന ജീവനക്കാർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കേണ്ടി വരും. അതുകാരണം ശത്രുക്കൾ വർദ്ധിക്കാനുള്ളൊരു സാധ്യത ഈ നക്ഷത്ര ജാതകർക്ക് ഈ സമയത്ത് കൂടുതലാണ്. നാഡീരോഗങ്ങൾ മൂലമുള്ള ക്ലേശങ്ങൾ കുറഞ്ഞു തുടങ്ങും. മനസ്സ് തളർന്നു പോകുന്ന സാഹചര്യത്തിൽ സന്താനങ്ങളുടെ പിന്തുണയും സാന്നിധ്യവും ആശ്വാസമേകും. ഉദ്യോഗം ഉപേക്ഷിച്ച് ബിസിനസ് തുടങ്ങാനുള്ള തീരുമാനം ഈ സമയത്ത് മാറ്റിവെക്കുന്നതാണ് ഉചിതം. തുടർന്നു വരുന്ന തൊഴിൽ രംഗത്ത് ഉന്നതി ഉണ്ടാകും. പ്രവർത്തന മേഖലയിൽ വിശേഷ അംഗീകാരവും പ്രശസ്തിയും ലഭിക്കുന്നതാണ്. ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും പ്രമാണം തിരിച്ചെടുക്കും. കായിക രംഗത്ത് മികച്ച നേട്ടം കൈവരിക്കാനാകും. വാഹനം മുഖേന ആദായം ഉണ്ടാകും. സന്താനത്തിന് ദൂരദേശത്ത് നിന്നും മേന്മയുള്ള വിവാഹബന്ധം. ജീവിത പങ്കാളിക്ക് അപ്രതീക്ഷിത ധനാഗമം. അതുപോലെ പുത്തൻ ഗൃഹം, അതിലേക്ക് താമസം മാറാനുള്ളൊരു യോഗവും ഈ മാസം തന്നെ കാണുന്നുണ്ട്. ഈ നക്ഷത്ര ജാതകർ ഇവരുടെ ദോഷങ്ങളൊക്കെ മാറാൻ ഹനുമാൻ സ്വാമിക്ക് വടമാല അർച്ചന, ശങ്കരനാരായണന് നെയ്വിളക്ക്, ദുർഗാക്ഷേത്രത്തിൽ പാൽപായസം, ദേഹരക്ഷയ്ക്കായിട്ട് ദുർഗാ യന്ത്രം ധരിക്കുന്നതും ഏറെ ഗുണം ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് നോക്കാം അത്തം നക്ഷത്ര ജാതകരെ കുറിച്ച്. അത്തം നക്ഷത്ര ജാതകർ ഈ സമയത്ത് ഗുരുതുല്യവരായവരുടെ ആശീർവാദത്തോടും അതുപോലെ തന്നെ ഏറ്റെടുക്കുന്ന എല്ലാ പ്രവൃത്തികളും വളരെ ഉത്തരവാദിത്വത്തോടു കൂടി നിറവേറ്റാൻ സാധിക്കുന്ന ദിവസങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ഏതെങ്കിലും ഉന്നത വ്യക്തികളുമായിട്ട് സൗഹൃദം പങ്കിടാനൊരവസരം ലഭിക്കുകയും ഇത്തരം സൗഹൃദം ഇവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ്. ഭാഗ്യദേവതയുടെ അനുഗ്രഹവും ഈ സമയത്ത് ഉണ്ട്. പുതിയ കരാറുകളിൽ ഒപ്പുവെക്കാൻ അവസരങ്ങൾ ലഭിക്കും. ഭക്ഷണക്രമത്തിൽ ശ്രദ്ധ പുലർത്തേണ്ട ഒരു സമയമാണ്. പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചാൽ ഗുണം ചെയ്യും. ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് സമയം അനുയോജ്യമാണ്. വിവാഹാദി കാര്യങ്ങൾക്കും കാലം അനുകൂലം. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരത്തിന് അർഹതയുണ്ട്. വിവാഹ കാര്യത്തിലുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. പുനർവിവാഹത്തിന് സാധ്യത കാണുന്നുണ്ട്. വാഹനയോഗവും ഉണ്ട്. മാസ അവസാനത്തിൽ അലഞ്ഞു തിരിയലിനുള്ള സാധ്യത മാറിക്കിട്ടും. സാമ്പത്തിക കാര്യത്തിൽ കൂടുതൽ അച്ചടക്കം പാലിക്കുക.
ചെലവ് അധികരിക്കാൻ ഇടയുള്ളതുകൊണ്ട് ശ്രദ്ധ വേണം. കൃഷിയിൽ നിന്ന് നേട്ടം. വളർത്തുമൃഗങ്ങൾക്ക് രോഗം വരാതെ ശ്രദ്ധിക്കുക. ഇവർ ദോഷപരിഹാരാർത്ഥം സർപ്പക്കാവിൽ 100 പാലും, ഹനുമാന് വെറ്റിലമാല, ശിവന് ജലധാര, ശാസ്താവിന് നീരാജനം എന്നിവ കഴിപ്പിക്കുക. അഘോര യന്ത്രം ദേഹരക്ഷയ്ക്കായിട്ട് ധരിക്കുന്നതും ഗുണം ചെയ്യുന്നതായിരിക്കും.